നമസ്കാരം. ഇന്നലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ വീണ വിജയനെ ഇ.ഡി. വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി. 29-ാം തീയതിയാണ് ചോദ്യം ചെയ്യൽ നിശ്ചയിച്ചിരുന്നതെങ്കിലും 25-ാം തീയതി തന്നെ വിളിച്ചു വരുത്തുന്നു. ഇതിൽ തന്നെ ഏറെ സംശയങ്ങൾ ജനങ്ങൾ ആരോപിക്കുന്നു. ജനങ്ങളുടെ ആരോപണങ്ങളും സംശയങ്ങളും ഇ.ഡിയുടെ അന്വേഷണത്തിന് യാതൊരു തരത്തിലും വിലങ്ങുതടിയല്ല. അഥവാ ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടല്ല അന്വേഷണ ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വീണയെ ഇന്നലെ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിലൂടെ ചില നിർണായകമായ വിവരങ്ങളാണ് ഇ.ഡി. കണ്ടെത്തിയിരിക്കുന്നതെന്നും അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ സൂചനകളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാന കാരണം ഇ.ഡി. വീണ വിജയൻ്റെ ലോക്കർ തുറന്ന് പരിശോധിച്ചതും വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസും 19 കോടി രൂപയോളം മരവിപ്പിച്ചതും ആയിട്ടുള്ള ചില രേഖകൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വെളിവായ കാര്യങ്ങൾ, വീണയെ ചോദ്യം ചെയ്തതിലൂടെ കിട്ടിയ കാര്യങ്ങൾ, CMRL കർത്തയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും മകനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, CMRLലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ മൊഴികൾ, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ചില ചോദ്യങ്ങൾ വീണയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് CMRL എന്ന കമ്പനിയുമായി എക്സാലോജിക്കിന് ഈ കരാർ, അതായത് പറഞ്ഞ് ഈ നടപടി നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ 2,78,00,000 രൂപയുടെ ഈ കരാർ നടന്നത് എങ്ങനെയാണ്, ഈ കരാർ നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിന് വീണ വിജയന് കൃത്യമായൊരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, എന്ത് തരത്തിലുള്ള സേവനമാണ് നിങ്ങൾ നൽകിയത് എന്നുള്ള ചോദ്യത്തിന് IT കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ആവറേജ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും വീണ വിജയൻ പറയുന്ന തരത്തിലുള്ള ഒരു സേവനം ലഭ്യമാക്കാൻ എല്ലാ ആളുകൾക്കും സാധിക്കും. അങ്ങനെയെങ്കിൽ CMRL പോലുള്ള ഒരു കമ്പനിക്ക് IT കൺസൾട്ടേഷന് വേണ്ടി വേറെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. വീണ വിജയന് കൊടുത്തതിൽ കുറഞ്ഞ പ്രതിഫലം തന്നെയാണ് അവർക്ക് CMRL നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ തുകയ്ക്ക് എങ്ങനെയാണ് CMRL നിന്ന് ഈ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഇത്ര വലിയൊരു കരാർ കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളായിരുന്നു വീണ വിജയൻ 2019 കേന്ദ്ര കരിമണൽ ഖനന നിയമ നിരോധന പ്രകാരം അത് പൂഴ്ത്തിവെച്ചുകൊണ്ട് അതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ CMRL എന്ന കരിമണൽ കമ്പനിക്ക്, അല്ലെങ്കിൽ ഇലുമിനേറ്റ്, തോറിയം പോലുള്ള മൂലകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ഈ കമ്പനിക്ക് കരിമണൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ വഴിവിട്ട ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യുപകാര സ്മരണയെന്നോണമാണ് വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പണം വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, കൂടാതെ ആയിരക്കണക്കിന് കോടിയുടെ മറ്റ് ഇടപാടുകളും CMRLും ഈ പിണറായി വിജയനും തമ്മിൽ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നടപടികളാണ് ED അന്വേഷിക്കുന്നതെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും CBIയും പോലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അറ്റോമിക് എനർജിക്ക് അല്ലെങ്കിൽ യുറേനിയം പോലുള്ള സമ്പുഷ്ടീകരിച്ച് യുറേനിയം പോലുള്ള വസ്തുവകൾ ആണവ നിലയങ്ങൾക്ക് വേണ്ടി, ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാജ്യാന്തര കക്ഷികളിലേക്കെല്ലാം പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ NIA കൂടി ഈ അന്വേഷണത്തിന് വഴിവെക്കും, അതിലേക്ക് കൂടി ഈ അന്വേഷണം എത്തിച്ചേരും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വീണ വിജയനെ ED ചോദ്യം ചെയ്ത് വീണ്ടും വരണമെന്ന് കാണിച്ച് വിട്ടയക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അന്വേഷണം ചെല്ലാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ സാധ്യതകൾ വളരെ മുൻപേ തന്നെ, അതായത് CMRL എക്സാലോജിക് എന്ന കമ്പനിയുടെ ഇടപാട് നടക്കുമ്പോൾ തന്നെ പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞൊരു മാധ്യമമാണ് ക്രൈം ഓൺലൈൻ. TP നന്ദകുമാർ എന്ന ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ സംഭവവ്യവസ്ഥ സാറ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഏത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ആദായനികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ പറയുന്നൊരു കാര്യം, കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ എന്ന നിലയിലാണ് വീണ വിജയന് എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1.78 കോടി രൂപ കൊടുത്തത്. പിന്നീട് ഇവരെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ 2.78 കോടി രൂപ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസ്ഡുള്ള കമ്പനിയിലേക്ക്, ഷെൽ കമ്പനിയിലേക്ക് യാതൊരു സേവനവും കൂടാതെ കൊടുത്തത് എന്ന് മനസ്സിലായത്. അപ്പോൾ അത് വളരെ ക്ലിയറായിട്ട് പിണറായി വിജയനാണെന്ന് അന്നേ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പിണറായി വിജയൻ പലതവണ വാങ്ങിയതിൻ്റെ രേഖകളും കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട്, അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞ ആ PV ഞാനല്ല എന്നാണ് പറഞ്ഞത്.
പക്ഷേ ഇന്നലെ അവർക്ക് എൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേസ് അട്ടിമറിക്കുകയാണെങ്കിലും അല്ലെങ്കിലും രേഖ ഉണ്ടാക്കി വെക്കണം. രേഖ ഉണ്ടാക്കി വെച്ച് കൃത്യമായി കൊടുക്കുന്ന രൂപത്തിൽ കിടത്തിയാൽ മാത്രമേ പിണറായി വിജയനെ BJPക്ക് കൺട്രോൾ ചെയ്ത് ഇവിടെ CPM-നെ പിളർത്തി അതിലുള്ള വോട്ടുകൾക്ക് അട്ടിമറിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല പിണറായി വിജയൻ എന്നും അവരെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ അന്വേഷണം ചോദ്യത്തിൽ കൃത്യമായി വീണ വിജയന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അച്ഛനും അതേപോലെ കർത്തയുമായിട്ടുള്ള ബന്ധമാണ്. കർത്തയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് കർത്തയ്ക്ക് ആവശ്യം എന്താണ്? കരിമണൽ ആണ് ആവശ്യം, ഇൽമിനേറ്റ് ആണ് ആവശ്യം. ആ ഇൽമിനേറ്റ് കിട്ടാൻ വേണ്ടി അവർക്ക് കിട്ടാൻ വേറെ മാർഗമില്ല. ഇവിടെ അവർക്ക് കരിഞ്ചന്തയ്ക്ക് പലയിടത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇവിടെ ഗവൺമെൻറ് കൃത്യമായി അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുത്തിരുന്നെങ്കിൽ ഇത്ര കാര്യങ്ങളില്ല. കാരണം അവർക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് നിശ്ചയിച്ച് അതിന് ഇത്ര ഗവൺമെൻറ് അടക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഇലിമിനേറ്റ് കൊണ്ടുപോകുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ തോറിയം അടക്കമുള്ള മറ്റു മൂലകങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അതിങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ ഖനനം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയിലേക്ക് പോകേണ്ട ട്രക്കർ നേരെ ഒന്ന് അങ്ങോട്ടാണ് ഒന്ന് ഇങ്ങോട്ട് വിട്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുമ്പോൾ 1-2 കോടി രൂപയൊന്നുമല്ല. എനിക്ക് കിട്ടിയത് 5000 കോടിയാണെങ്കിൽ ഞാൻ ഷോൺ ജോർജുമായി സംസാരിച്ചപ്പോൾ അതൊരു 10-25,000 കോടി രൂപയെങ്കിലും പിണറായി വിജയൻ തട്ടിയെടുത്തിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവുന്നതാണ്. CMR കമ്പനിയെ പോലും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ആ കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് മെറ്റീരിയൽ വേണം. ആ മെറ്റീരിയൽ വേണമെങ്കിൽ പിണറായി വിജയൻ ഇത് മനസ്സിലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. അതായത് ഗവൺമെൻറ് ചെലവിൽ ഗവൺമെൻറ് വണ്ടി ഉപയോഗിച്ച് അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്നു, പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് ചെയ്തത്. നമുക്കറിയാം ഈ നാടിൻ്റെ ഒരു വികസനം മാത്രമല്ല അവിടെയുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നം പോലും സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ ചില സ്ഥലങ്ങൾ തന്നെ അപ്രത്യക്ഷമായി. ഈ കരിമണൽ അതിൻ്റെ രീതിയിലല്ല, ശാസ്ത്രീയമായിട്ടല്ലാതെ അവിടുന്ന് ഊറ്റിയെടുത്തത് കൊണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഈ സാധനം കൊണ്ടുപോയ ശേഷം അതിൽ നിന്ന് കിട്ടുന്ന മറ്റു മൂലകങ്ങൾ ഇവിടെ നിന്ന് കടത്തി വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ആരോപണമുണ്ട്. അത് അവിടെ എത്തിച്ചു കൊടുത്തിട്ട് അവിടുന്ന് കോടാനുകോടി രൂപ അതിൽ കൂടെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു ആരോപണം കൂടി പിണറായി വിജയൻ്റെ തലയിലേക്ക് വരികയാണ്. അത് ഇവരല്ല അതിൻ്റെ ആൾക്കാർ. CMR കമ്പനിക്ക് ഇൽമിനേറ്റ് ആണ് ആവശ്യം. അപ്പോൾ പിണറായി വിജയനുള്ള ബന്ധം കൃത്യമായ മകൾ വഴി കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഇന്നലെയും കഴിഞ്ഞ തവണയും ഇന്നലെ ഒന്നും കൂടെ വ്യക്തമായിട്ട് മകൾക്ക് പറയേണ്ടി വന്നു. കാരണം അച്ഛൻ വഴിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, ഞാനൊന്നും അറിയില്ല എന്ന് കൃത്യമായി മകൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാവുന്നത്, കിട്ടിയ വിവരങ്ങൾ മനസ്സിലാകുന്നത്. അതിനർത്ഥം പിണറായി വിജയൻ കൃത്യമായി പ്രതിയായി വരണം. ആ പ്രതിയായി ഒന്നുകിൽ പിണറായി വിജയനുമായുള്ള ധാരണ കൃത്യമായി വരണമെങ്കിൽ പിണറായി വിജയൻ പ്രതിയായാലേ ധാരണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ല, പിണറായി വിജയൻ ധാരണ വേണ്ട, ഇനി അത് പ്രകാരമാണെങ്കിലും പിണറായി വിജയൻ അകത്താക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു എൻഫോഴ്സ്മെൻറ്റ് മുഖേന. ഇനി അടുത്ത തവണ വരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് അയച്ചാൽ വന്നേ പറ്റുള്ളൂ, അല്ലാതെ വീണ വിജയന് അതിനകത്ത് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം ഇന്നലെ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങളെ നമുക്ക് നോക്കുമ്പോൾ ആ രൂപത്തിൽ പിണറായി വിജയനെ കൃത്യമായി അതിൽ പ്രതിയാക്കി വെച്ചിരിക്കുന്നു. ഇനി വെറുതെ ഒരു ഔപചാരികമായ ചടങ്ങ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. മകൻ്റെ കാര്യത്തിൽ, സഹോദരൻ്റെ കാര്യത്തിൽ കൂടി ഇന്നലെ ചോദ്യം ചെയ്യൽ വന്നിട്ടുണ്ട്. അവർക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്ന പണത്തിൻ്റെ ഇടപാടുകളും അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഇന്നലെ ശ്രമിച്ചിട്ടുണ്ട്. അത് ഷോൺ ജോർജ് വഴി കിട്ടിയ രേഖകൾ വെച്ച് പഠിച്ചപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം അവർ സമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരും പഴയ ആദ്യത്തെ ഭർത്താവാണ് എന്നാണ് പറയുന്നത്. അവരും കൂടിയുള്ള അക്കൗണ്ടാണ് മുമ്പുണ്ടായിരുന്നത്. അന്ന് ഭർത്താവുള്ള സമയത്ത് ഈ പറയുന്ന ലാവലിംഗ് കമ്പനിയിൽ നിന്നുള്ള കിക്ക് ബാക്ക് കൃത്യമായിട്ട് അവർക്ക് കിട്ടുമായിരുന്നു. കാരണം ഇവിടുന്ന് ലോണിന് പൈസ അടയ്ക്കുമ്പോൾ ആ ലോൺ പൈസ ലാവലിന് കിട്ടിയാൽ അതിൻ്റെ ഒരു കിക്ക് ബാക്ക് ആർക്കുണ്ട്? പിണറായി വിജയനുണ്ട്. അതാണ് ധാരണ. അപ്പോൾ ആ പണം അവിടെ കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നു. അതുപോലെ ഷോൺ ജോർജ് പറയുന്ന പോലെ പ്രൈസ് വാട്ടർ കൂപ്പറിൻ്റെ ഹൗസ് കൂപ്പറിൻ്റെ നിന്നുള്ള കമ്മീഷൻ, ഇവിടെ ജോലിക്ക് ആളെ വെക്കുന്ന സ്വപ്ന സുരേഷിനെ നിയമിച്ചതുപോലെ പ്രൈസ് വാട്ടർ കൂപ്പർ വഴി ധാരാളം ആളുകളെ ഗവൺമെൻറ് തലത്തിൽ നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കമ്മീഷനും അവിടെ കൃത്യമായി കിട്ടും. അപ്പോൾ ഈ വിധത്തിൽ എല്ലാ തരത്തിലും പിണറായി വിജയനുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള, കഴിഞ്ഞ ഗവൺമെൻറ്റുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേസിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു കാരണവശാലും പിണറായി വിജയന് ഊരാൻ പറ്റാത്ത വിധത്തിൽ കൃത്യമായി തെളിവുകളാണുള്ളത്. ആ തെളിവുകളുമായി പോയി കഴിഞ്ഞാൽ
പിണറായി വിജയന് രാജ്യദ്രോഹ കുറ്റത്തിന് തുറുങ്കിൽ അടക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ തോറിയം അടക്കമുള്ള, യുറേനിയം അടക്കമുള്ള, പ്ലൂട്ടോണിയം അടക്കമുള്ള മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഇവിടുന്ന് കടത്തി വിദേശത്തുള്ള തീവ്രവാദി കൈമാറി എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപയുടെ ഇടപാട് നടന്നു. രാജ്യദ്രോഹ കുറ്റം കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് CBI എൻക്വയറി അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ ഈ 2,78,00,000 രൂപയുടെ പരിമിതമായ ഒരു കണക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഴിമതിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്, കള്ളപ്പണം വെളുപ്പിക്കലല്ല നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന ഒരു ക്രൈമിലേക്ക് എന്തായാലും ED ചെന്നെത്തിയിരിക്കുന്നു. ആ ചോദ്യം ചെയ്യലിലൂടെ പിണറായി വിജയനിലേക്ക് ED കാര്യങ്ങൾ വെളിവാക്കിയിരിക്കുന്നു. തുടർന്നുള്ള അന്വേഷണം അതിനു മുകളിലുള്ള ഏജൻസികൾ ഏറ്റെടുക്കും. വലിയ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു. രാജ്യാന്തര തലത്തിൽ തന്നെ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ NIA അല്ലെങ്കിൽ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് ഉൾച്ചേരും എന്ന് പറയുമ്പോൾ കേസിൻ്റെ മാനങ്ങൾ മാറുന്നു. നമ്മളിതുവരെ കണ്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഈ ED അന്വേഷിക്കുന്ന CMR എക്സാലോജിക് എന്ന കേസ് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിച്ചതിലും അല്ലെങ്കിൽ കേട്ടതിലും അതിനപ്പുറത്തേക്കുള്ള വലിയൊരു ചിത്രം തന്നെയാണ് തെളിയുന്നത്. എന്താണ് ഈ ചിത്രത്തിലെ യഥാർത്ഥ വില്ലൻ ആരാണ്, എപ്പോൾ ആ വമ്പൻ സ്രാവ് കുടുങ്ങും എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. അതിലുള്ള ഏറ്റവും വലിയ ലൂപ്പ് ഹോൾ പിണറായി വിജയൻ ഉണ്ടാക്കി വെക്കുന്നത് എന്താണ്? മുമ്പ് ലാവ്ലിൻ കേസിൻ്റെ അദ്ദേഹം ഇടപാട് നടത്തി കോടികൾ തട്ടിപ്പ് നടത്തുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തിന് ഒരു 8 കോടി രൂപ കേരളത്തിലെ CPM കൊടുത്തു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ EK നായരുടെ ഓഫീസിൽ അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കാണ് കൊടുത്തത്. അതിൻ്റെ രേഖകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ആ 8 കോടി രൂപ ഉപയോഗിച്ചിട്ട് അന്ന് AKG സെൻറ്ററിൻ്റെ മുന്നിൽ അവിടെ കുറേ ഫ്ലാറ്റുകൾ അവിടെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക്, CPM സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ഉണ്ടാക്കി. അപ്പോൾ ആര് അഴിമതി പണത്തിൽ പങ്കാളികളായി? CPMലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കും. ഇതേപോലെയാണ് ഡൽഹിയിൽ ഹർകൃഷ്ണൻ സുജിത്തിൻ്റെ മരുമകന് അതിലൊരു പങ്ക് കൊടുത്തു. അവർ മുഖാന്തരമാണ് ലാവ്ലിൻ ശരിക്കും വരുന്നത്. അപ്പോൾ അത് അവിടെ അവരും കുടുങ്ങി. അപ്പോൾ എന്തായി? പ്രകാശ് കാരാട്ട് അടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടിയോട് കൂടിയിട്ട് കേസ് പാർട്ടി തന്നെ ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ കിട്ടിയിട്ടുള്ള പണം എന്ന് പറയുന്നത് 300 കോടി രൂപയാണ്. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയാണ്. അതിൻ്റെ നടത്തിപ്പുകാരൻ അന്ന് പിണറായി വിജയൻ്റെ മകനായിരുന്നു അവിടെ 3 വർഷം ഉണ്ടായിരുന്നത്. ഇത് ഷാജഹാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സിംഗപ്പൂരിൽ കുടുംബസമേതമാണ് പിണറായി വിജയൻ യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. ഫാരിസ് അബൂബക്കർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കിഡ്നി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തി അവിടുന്ന് ക്രിമിനൽ കേസിൽ പെട്ട് രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. അപ്പോൾ ആ പിണറായി വിജയന് നമ്മൾ വിചാരിക്കും പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ ഒരാളെ കൊന്നത് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ, ക്രിമിനൽ പ്രവർത്തനം നടത്തിയുള്ള പരിചയമുണ്ട്. എന്നിട്ടും അദ്ദേഹം വളരെ കൂളായി രക്ഷപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന കാര്യം. അതിൻ്റെ കഴിവ് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഭരണത്തിലുള്ള സമയത്തും ഇപ്പോൾ ഭരണത്തിലില്ലാത്ത സമയത്തും അദ്ദേഹത്തിന് അറിയാതെ കുടുങ്ങാൻ പോവുകയാണെന്നുള്ളത്. എൻഫോഴ്സ്മെൻറ്റിന് CBIയുടെ ആവശ്യം അദ്ദേഹം പ്രതിയാവുക എന്നുള്ളതാണ്. പ്രതിയെ കഴിഞ്ഞാൽ ഇവർ തമ്മിലെ ധാരണയും പണ ഇടപാടുകളൊക്കെ ധാരണ വരും. കാരണം മാത്രമല്ല, പണം വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ BJPയിലെ നേതാക്കന്മാർ, അവർ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവരും കുടുങ്ങും. അത് BJPക്ക് വലിയ പ്രശ്നമായി വരും. കേരളത്തിലെ പ്രമുഖനായ BJP 2 നേതാക്കന്മാരാണ് പിണറായി വിജയന് മുമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാത്തിലും ഇടപെട്ടിട്ടുള്ളത്. അതൊക്കെ പിണറായി വിജയൻ തന്നെ കുടുക്കിയിട്ടിരിക്കുകയാണ് അവരെ. കാരണം പണം ഒരു 1000 കോടി കിട്ടുമ്പോൾ 100 കോടി അവിടെ കൊടുത്താൽ എന്താ 900 കോടി സുരക്ഷിതമാണല്ലോ. ഇതാണ് പിണറായി വിജയൻ്റെ സ്റ്റൈല്. അപ്പോൾ ഇവിടെ BJP നേതാക്കന്മാരുടെ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് പിണറായി വിജയനൊന്നും വരാൻ പോകുന്നില്ല. തന്നെ ഒരു കേസ് വരും, അത് കുറേ കാലം നീട്ടിക്കൊണ്ടു പോകും. ഇനി 81 വയസ്സായി, ഒരു 10-20 വർഷം കൂടിയൊക്കെയല്ലേ നമ്മളെ കണക്കൂട്ടിൽ പിണറായി വിജയൻ ജീവിക്കുള്ളൂ. അതുവരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമൊക്കെ പിണറായി വിജയൻ അറിയാം. 1996 ഉണ്ടായ ലാവ്ലിൻ കേസ് 30 വർഷം കഴിഞ്ഞിട്ടും തൊടാതെ കിടക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അതിലപ്പുറത്തേക്ക് കഴിവുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. എന്തായാലും ഇതൊരു ദുരൂഹമായ ഒരു പ്രഹേളിക പോലെ ആയിരിക്കുന്നു. നൂലിൻ്റെ ഉണ്ടച്ചുറ്റഴിക്കുന്നത് പോലെയായി ഒന്ന് തൊട്ട് നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷമായ അന്വേഷണം കൂടിയേ തീരൂ. അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കാത്തിരിക്കാം.